ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ സർവകലാശാല ക്യാമ്പസിന് പുറത്ത് സംഘർഷമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ കഴിയും. SFI നേതാക്കൾ അവിടെയുണ്ട്, പോലീസുമായി സംസാരിക്കുന്നുണ്ട്, വാക്കുതർക്കമുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. സമീർ, എന്താണ് അവിടെ പ്രശ്നം? പോലീസുമായി ഒരു വാക്കുതർക്കത്തിലേക്ക് SFIയുടെ നേതാക്കൾ മാറിയിട്ടുണ്ട്. അവിടെ എന്താണ് പ്രശ്നം? SFIയും ഒപ്പം തന്നെ പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമാണ് നിലവിൽ ഇവിടെ ഈ ഇലക്ഷൻ നടക്കുന്ന സെനറ്റ് ഹാളിന് പുറത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ MSF കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ SFIയുടെ പരാതിയും ആരോപണമായി പറയുന്നത്. ഇത് പോലീസുകാർ തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതുമാണ് നിലവിൽ ഈ SFI സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സെനറ്റ് ഹാളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തള്ളി മാറ്റി അവിടെ ഒന്ന് മാറ്റി നിലവിൽ ശാന്തമാക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെ 9 മണിയോട് കൂടിയാണ് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് 500-ലധികം പോലീസുകാർ നിലവിൽ ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറകം തന്നെ ഈ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം 2 മണിയോട് കൂടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ച് ഉടൻ തന്നെ ഈ ഫലപ്രഖ്യാപനം നടത്താനാണ് നിലവിൽ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. 500ഓളം UUC-മാരാണ് നിലവിൽ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. 200-ലധികം UUC-മാർ തങ്ങൾക്കുണ്ട് എന്നതാണ് SFIയുടെ അവകാശവാദം. സമാനമായ രീതിയിൽ MSF 200-ലധികം UUC-മാരുണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ KSU 40-ലധികം UUC-മാർ KSU ഉണ്ട്. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ അവയെല്ലാം തന്നെ ഇവിടെ ഈ വോട്ടെടുപ്പിലും പ്രകടമാണ് എന്നുള്ളതാണ്. വിജയകുമാർ, യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെ SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായത്. കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് അവിടെ. സമീർ, MSFന്റെ ഒരു യൂണിയൻ കൗൺസിലറെ കാണാനില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പോലീസിൽ പരാതിപ്പെട്ട സംഭവം നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തല്ലോ. അതും ഈ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ മലപ്പുറം തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ UUC-യും MSF പ്രവർത്തകനുമായ മുഹമ്മദ് ഷമ്മാസ് എന്ന് പറയുന്ന UUC-യാണ് നിലവിൽ കാണാതെ ഇരിക്കുന്നത്. ഇയാളെ ഇതുവരെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് MSF ആരോപിക്കുന്നത് SFI ഇയാളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് MSF ആരോപിക്കുന്നത്. സമാനമായ രീതിയിൽ SFI ആരോപണം നിഷേധിക്കുന്നു. ഒപ്പം തന്നെ ഈ MSF വ്യാപകമായി ഈ SFI UUC-മാരുടെ ID കാർഡ് അടക്കം തട്ടിയെടുത്ത് വോട്ട് ചെയ്യാൻ അവസ്ഥ ഉണ്ടാക്കുന്നു എന്നത് തിരിച്ച് SFI ആരോപിക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും നിലവിൽ ഈ കാണാതായിരിക്കുന്ന ഈ UUC നിലവിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നിലവിലൂടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. നിലവിൽ ഏതാണ്ട് 3/4 ഭാഗോളം UUC-മാർ നിലവിൽ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്നു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്താണ് SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ സംഘർഷമുണ്ടായത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്കുതർക്കവും കയ്യാങ്കളിയും ഒക്കെ അവിടെ സംഭവിച്ചത്.